ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ യുവജന സംഘടനയായിട്ടുള്ള മുസ്ലിം യൂത്ത് ലീഗിലേക്ക്, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്കും അതുപോലെ തന്നെ ദേശീയ കമ്മിറ്റിയിലേക്കും വനിതകളെ ഉൾപ്പെടുത്തിയ ചരിത്രപരമായ തീരുമാനം മുസ്ലിം ലീഗ് പാർട്ടി കഴിഞ്ഞ ദിവസം കൈക്കൊള്ളുകയുണ്ടായി. ഇതൊരു ചരിത്ര സംഭവം തന്നെയാണ്. മാത്രവുമല്ല, വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വിവാദമായ ഹരിത എന്ന് പറയുന്ന വനിതാ വിങ്ങിൻ്റെ, സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ, അതായത് വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ ഒരു വനിതാ വിങ്ങാണ് ഹരിത. ഈ ഹരിതയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട അല്ലെങ്കിൽ താൽക്കാലികമായി പ്രവർത്തന രംഗത്ത് നിന്ന്, സംഘടനാ പ്രവർത്തന രംഗത്ത് നിന്ന് മാറി നിന്നിരുന്ന അഡ്വക്കേറ്റ് നജ്മ തബിഷറ, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ, അതുപോലെ തന്നെ മുഫീദ തസ്നി എന്ന് പറയുന്ന 3 ഹരിതയുടെ നേതാക്കളെ താൽക്കാലികമായി പാർട്ടിയിൽ നിന്ന്, അവർ സംഘടനാ രംഗത്ത് നിന്ന് മാറി നിന്നിരുന്നു. പുറത്താക്കിയിട്ടില്ല, പക്ഷെ മാറി നിന്നിരുന്നു. അവരും സജീവമായിരുന്നില്ല. എന്നാൽ പിന്നീട് പാർട്ടിയുടെ പരിപാടികളിലും യോഗങ്ങളിലൊക്കെ ഇവർ വളരെ സജീവമായി പങ്കെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവരെ മാറ്റി നിർത്തിയ സമയത്ത് അല്ലെങ്കിൽ നേതൃത്വവുമായി ഇവർക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് എ റഹീമിൻ്റെ ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു അവരെ ഡിവൈഎഫ്ഐയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പക്ഷേ വളരെ സ്നേഹപുരസരം, അതല്ലെങ്കിൽ വളരെ ശക്തമായി തന്നെ ഈ പറഞ്ഞ 3 വ്യക്തികളും 3 വനിതാ നേതാക്കളും അവരുടെ ആ ക്ഷണത്തെ നിരസിച്ചു. അവർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ നിലകൊള്ളാൻ തീരുമാനിച്ചു. അത് അന്ന് അവർ പറഞ്ഞ വളരെ കൃത്യമായ മറ്റൊരു പോയിന്റ്, ഈ ഡിവൈഎഫ്ഐയിൽ തന്നെ സ്ത്രീകൾക്ക് നീതി ലഭിക്കുന്നില്ല, അങ്ങനെയുള്ള ഡിവൈഎഫ്ഐയിൽ ഞങ്ങൾ എന്തിനു പ്രവർത്തിക്കും, വളരെ ശക്തമായ രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അന്ന് അവർ ഡിവൈഎഫ്ഐയിൽ പ്രവർത്തിക്കാൻ തയ്യാറാകാതിരുന്നത്. എനിക്ക് തോന്നുന്നു അത് ഡിവൈഎഫ്ഐ ചർച്ച ചെയ്തു, അവരുടെ സംഘടന എന്തുകൊണ്ട് ഇങ്ങനെ അവരെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിട്ട് അവർ വരാൻ തയ്യാറായില്ല. ആ വിഷയം അവരുടെ പാർട്ടി ചർച്ച ചെയ്തു എന്നാണ്, അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ സംഘടന ചർച്ച ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, നേതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചിരിക്കുന്നു. ഫാത്തിമ തഹ്ലിയ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടും നജ്മ തബിഷറയും അതുപോലെ തന്നെ മുഫീദ തസ്നിയും യൂത്ത് ലീഗിൻ്റെ ദേശീയ കമ്മിറ്റിയിലേക്കുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇതൊരു ചരിത്രപരമായ തീരുമാനമാണ്. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കമ്മിറ്റിയിൽ, യൂത്ത് ലീഗിൻ്റെ ദേശീയ കമ്മിറ്റിയിലൊക്കെ വനിതാ പ്രാതിനിധ്യം ഉണ്ടാകുക എന്ന് പറയുന്നത് ഈ വർത്തമാന കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തെ കൂടി മുസ്ലിം ലീഗ് അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് അത്തരത്തിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഇത് വളരെ അഭിനന്ദനീയമായിട്ടുള്ളൊരു കാര്യമാണ്. സാധാരണഗതിയിൽ മുസ്ലിം ലീഗ് വനിതകളെ കൂടുതൽ പരിഗണിച്ച ഘട്ടം എന്ന് പറയുന്നത്, ഒന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും 50% സംവരണം വന്നപ്പോൾ സ്ത്രീകളെ തന്നെ മത്സരിപ്പിക്കണം എന്ന നിർബന്ധ ബുദ്ധിയിൽ മുസ്ലിം ലീഗ് പരിഗണിച്ചിട്ടുണ്ട്. ആ മേഖലയിൽ നിന്ന് ഒരുപാട് പേര് കടന്നു വന്നിട്ടുണ്ട് പൊതുരംഗത്തേക്ക്. അതുപോലെ തന്നെ വനിതാ ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകളിൽ മുസ്ലിം ലീഗിന് വനിതാ ലീഗ് എന്ന് പറയുന്ന ഒരു പോഷക സംഘടനയുണ്ട്. അതിനകത്ത് പ്രവർത്തിച്ച് അതിനകത്ത് ഒതുങ്ങിക്കൂടിയിരുന്ന വനിതകളെ, പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ വനിതകളെ യൂത്ത് ലീഗിൻ്റെ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരാനുള്ള ഈ തീരുമാനം, അത് വർത്തമാന കാലഘട്ടത്തെ രാഷ്ട്രീയത്തെ തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്യും. ലീഗിനെ പല രീതിയിലും വിമർശിക്കുന്ന ആളുകളുണ്ട്. സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കാത്ത പാർട്ടിയാണ്, സ്ത്രീകൾക്ക് വലിയ പരിഗണന കൊടുക്കാത്ത പാർട്ടിയാണ്. പക്ഷേ ലീഗ് അത്യാവശ്യം പരിഗണന കൊടുത്തിട്ടുണ്ട്. ലീഗിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് സാമുദായികമായ ബേസിനകത്ത് നിന്ന് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. അതുപോലെ തന്നെ ഈ രംഗത്തേക്ക് കടന്നു വരുന്ന, നമ്മൾ പരിഗണിക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ രംഗത്തേക്ക് കടന്നു വന്ന് സംഘടനാ രംഗത്ത് പ്രവർത്തിച്ച് ജനങ്ങളുടെ ഇഷ്ടം പിടിച്ചുപറ്റി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ അവരെ നിർത്തിയാൽ ജയിക്കും എന്ന് പറയുന്ന നിലയിലേക്ക് എത്തുക എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൂടി ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിമിതമായ കാര്യമാണ്. എന്നാലും ആ പരിമിതമായ സാഹചര്യങ്ങൾ അകത്തു നിന്നുകൊണ്ട് 2 തവണ നിയമസഭയിലേക്ക് വനിതകളെ മത്സരിപ്പിച്ച ചരിത്രം മുസ്ലിം ലീഗിനുണ്ട്. ജനറൽ സീറ്റിൽ തന്നെ മത്സരിപ്പിച്ച ചരിത്രം മുസ്ലിം ലീഗിനുണ്ട്. മുസ്ലിം ലീഗ് പരിഗണിച്ചിട്ടുണ്ട്, പക്ഷെ അതിൻ്റേതായിട്ടുള്ള ചില പരിമിതികൾ ഉണ്ട് എന്ന കാര്യം യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ ഒരു പരിമിതികളുമില്ല എന്ന് പറഞ്ഞ് എപ്പോഴും ലീഗിനെ വിമർശിക്കുന്ന സംഘടനകൾ, അവർ യഥാർത്ഥത്തിൽ വനിതകളെ പൂർണ്ണമായും പരിഗണിച്ചിട്ടുണ്ടോ? അവരുടെ പ്രസ്ഥാനത്തിൻ്റെ വിവിധ കമ്മിറ്റികളും മറ്റും പരിശോധിച്ചാൽ എത്ര വനിതകൾ അവരുടെയൊക്കെ കമ്മിറ്റികളിലുണ്ട്? അതുപോലെ തന്നെ അവർ മത്സരിക്കാൻ അവസരം കൊടുത്തിട്ടുണ്ട്. ഇനി മത്സരിക്കാൻ അവസരം കൊടുത്താൽ തന്നെ മറ്റു പദവികളിലേക്ക് എത്രത്തോളം കൊണ്ടുവന്നിട്ടുണ്ട് എന്നെല്ലാം പരിശോധിച്ചാൽ, എന്നെല്ലാം ഒരു ക്രോസ് ചെക്കിംഗ് നടത്തി കഴിഞ്ഞാൽ, ഇപ്പോൾ യൂത്ത് ലീഗ്, മുസ്ലിം ലീഗ് എടുത്ത ഈ തീരുമാനം, യൂത്ത് ലീഗിൻ്റെ കമ്മിറ്റികളിലേക്ക് വനിതകളുടെ ഈ കടന്നുവരവ്, അത് വർത്തമാനകാല രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിന് വലിയ ഊർജം നൽകും എന്ന കാര്യത്തിൽ
ഒരു തർക്കവുമില്ല. ഈ കാര്യം ഇത് വളരെ അഭിനന്ദനീയമായ കാര്യമാണ്. ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പ്രത്യേകിച്ച് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും അതിൻ്റെ നേതാക്കളെയും പൂർണ്ണമായും അഭിനന്ദിക്കാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. വളരെ മികച്ച ഒരു തീരുമാനമാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി എടുത്തത് എന്ന കാര്യത്തിൽ തർക്കമില്ല.